നമസ്കാരം. ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണൽ പിന്നെ ഗാഡി എഫ്രൈം എന്നിവരുടെ കുറിപ്പുകളിൽ നിന്ന് വളരെ കൗതുകകരമായ ചില ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും 3 ചിഹ്നങ്ങളുണ്ട്. യാക്കോബിന്റെ സ്വപ്നത്തിലെ ഒരു ഏണി, ഒരു സ്വർണപ്രാവ്, പിന്നെ ഒന്നായി തീരുന്ന കുറച്ച് കല്ലുകൾ. ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നും. പക്ഷെ പ്രാർത്ഥന, വിമോചനം ഇവയെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ രഹസ്യം ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ഈ പസിൽ ഒന്ന് യോജിപ്പിച്ചു നോക്കിയാലോ? തീർച്ചയായും. ഇത് വെറും പഴയ കഥകളായി കാണരുത്. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റാണിത്. യാക്കോബ് കണ്ട ആ ഏണി, അതായത് സുല്ലാം യാക്കോബ്, അതൊരു വെറും സ്വപ്നമല്ല, അത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയോ? അതെ. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി നേരെ ദൈവത്തിന്റെ സിംഹാസനം വരെ എത്തുന്ന ഒരു പാത. ഒരു മിനിറ്റ്, അതൊന്ന് നിർത്തി വിശദീകരിക്കാമോ? പ്രാർത്ഥനയാണ് ഏണി എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോ ആ ഏണിക്ക് ഓരോ പടി വെക്കുകയാണെന്നാണോ? അതെ, അതുതന്നെയാണ് ആശയം. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ആ ആകാശപാതയിലെ ഓരോ ചവിട്ടുപടിയാണ്. കൊള്ളാം. ഗാഡി എഫ്രൈമിന്റെ കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് രസകരമായ ഒരു കാര്യമുണ്ട്. ഈ ഏണിക്ക് സീനായ് പർവ്വതവുമായും ജെറൂസലേമിലെ ദൈവാലയവുമായും ഒരു സാമ്യമുണ്ട്. അതെങ്ങനെ? മൂന്നിന്റെയും ജോലി ഒന്നുതന്നെയാണ്: ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക. അപ്പോൾ പ്രാർത്ഥന എന്നത് നമുക്ക് എവിടെയും കൊണ്ടുനടക്കാവുന്ന നമ്മുടെ സ്വന്തം ദൈവാലയമാണ്. കൊള്ളാം, അതൊരു പുതിയ ചിന്തയാണല്ലോ. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഈ ഏണി. എന്നാൽ ഈ കുറിപ്പുകളിൽ ബാൽ ഷേം ടോവിന്റെ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. സ്വർണപ്രാവിന്റെ. അതെ, ഒരു സ്വർണപ്രാവിനെക്കുറിച്ച്. അപ്പോ വ്യക്തിയിൽ നിന്ന് മാറി ഒരു സമൂഹം എന്ന നിലയിലുള്ള ആശയമാണോ അത്? കൃത്യമായി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ സ്വർണപ്രാവ് ഇസ്രായേലിന്റെ കൂട്ടായ ആത്മാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യമായ ഷെഖീനയെയും. അതിന്റെ പാട്ട്, അത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാർത്ഥനകൾ ഒന്നിച്ചു ചേർന്നതാണ്. എല്ലാ പ്രാർത്ഥനകളും? അതെ. ആ ഗാനം എപ്പോഴാണോ പൂർണ്ണമാകുന്നത്, അതായത് എല്ലാ ആത്മാക്കളും അതിൽ പങ്കുചേരുമ്പോൾ, വിമോചനം തനിയെ സംഭവിക്കും. ഒരു സംശയം, എന്തിനാണൊരു സ്വർണപ്രാവ്? സാധാരണ പ്രാവ് സമാധാനത്തിന്റെ ചിഹ്നമല്ലേ? പക്ഷേ ഈ സ്വർണം എന്ന് കേൾക്കുമ്പോൾ അതിനൊരു കൃത്രിമത്വം തോന്നുന്നില്ലേ? വളരെ നല്ല ചോദ്യം. ബാൽ ഷേം ടോവിന്റെ ദർശനമനുസരിച്ച് ആ പ്രാവ് പ്രവാസത്തിലാണ്, ഒരു കൂട്ടിലാണ്. അപ്പോ ഈ സ്വർണം അതിന്റെ യഥാർത്ഥ സ്വഭാവമല്ല, മറിച്ച് ആ പ്രവാസത്തിന്റെ അവസ്ഥയെയാണത് കാണിക്കുന്നത്. ഇതിലൂടെ പഠിപ്പിക്കുന്നൊരു വലിയ കാര്യമുണ്ട്. അതെന്താണ്? വിമോചനമെന്നത് മനുഷ്യന്റെ ആഗ്രഹം കൊണ്ട് നിർബന്ധിച്ച് നേടാനാകില്ല. അതൊരു ഓർക്കസ്ട്ര പോലെയാണ്. ഓരോ സംഗീതോപകരണവും അതിൻ്റെതായ സമയത്ത് ശ്രുതി ചേരുമ്പോഴല്ലേ നല്ല സംഗീതമുണ്ടാകുന്നത്. ശരിയാണ്. അതുപോലെ ഓരോ ആത്മാവും ആ ഗാനത്തിൽ പങ്കുചേരണം. അപ്പോ വ്യക്തിപരമായ ഏണിയും സമൂഹത്തിന്റെ ഗാനവും നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ കഷ്ണം, ആ കല്ലുകൾ. യാക്കോബ് തലയണയായി ഉപയോഗിച്ച 12 കല്ലുകൾ രാവിലെ ആയപ്പോഴേക്കും ഒന്നായി മാറി എന്ന് പറയുന്നു. അതെ. എങ്ങനെയാണ് ഈ ഐക്യം എന്ന ആശയം ഇതിലേക്ക് വരുന്നത്? ആ 12 കല്ലുകൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. ഒരുപാട് അഭിപ്രായങ്ങളും വഴക്കുകളുമുള്ള 12 വിഭാഗങ്ങൾ. എന്നാൽ യാക്കോബ് എന്ന നീതിമാന്റെ, അഥവാ ത്സദ്ദിക്കിന്റെ സാന്നിധ്യത്തിൽ അവയെല്ലാം ഒന്നായി മാറുന്നു. ഒരു നേതാവിന് കീഴിൽ ഒരു സമൂഹം ഒന്നിക്കുന്നതിന്റെ ഒരു ആത്മീയമായ കാഴ്ചപ്പാടാണത്. അപ്പോ ആ കല്ലിൽ യാക്കോബ് എണ്ണയൊഴിക്കുന്നൊരു ഭാഗമുണ്ടല്ലോ, അതിനെന്താണ് പ്രാധാന്യം? അത് തോറയിലെ ആദ്യത്തെ അഭിഷേകമായിരുന്നു. ആ ഒറ്റക്കല്ല് ഭാവിയിൽ വരാനിരിക്കുന്ന ദൈവാലയത്തിന്റെയും ആ ദൈവാലയത്തിലൂടെ വെളിപ്പെടാനിരിക്കുന്ന വിമോചകന്റെയും പ്രതീകമായി മാറി. അപ്പോ കല്ല്, ദേവാലയം, മഷിഹ. അതെ. ബെയ്ത്ത് ഇസ്രായേൽ പഠിപ്പിക്കുന്നത് ഇവ മൂന്നും ഒരേ സത്യത്തിന്റെ 3 ഭാവങ്ങളാണെന്നാണ്. ബാൽ ഷേം ടോവ് ഇതിനോടൊരു പടി കൂടി കടന്നു പറയുന്നുണ്ട്. അന്നൊഴിച്ച എണ്ണയുടെ ഒരു തുള്ളി, മഷിഹായുടെ ഒരു തീപ്പൊരി, അതോരോ മനുഷ്യന്റെ ആത്മാവിലുമുണ്ട്. കൊള്ളാം. അപ്പോ ഈ 3 ചിഹ്നങ്ങളും, ഏണി, പ്രാവ്, കല്ല്, ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം എന്താണ്? ഇതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പ്രധാന ആശയം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓരോ വ്യക്തിപരമായ പ്രാർത്ഥനയും, അതായത് ആ ഏണി നമ്മളെ മുകളിലേക്ക് ഉയർത്തുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ അത് നമ്മളെ മറ്റുള്ളവരുമായി ഒന്നിപ്പിക്കുന്നു. ആ കല്ലുകൾ പോലെ ആ ഐക്യം ലോകത്തിന്റെ മുഴുവൻ വിമോചന ഗാനത്തിന്, ആ പ്രാവിന്റെ പാട്ടിന് ശക്തി പകരുന്നു. അപ്പോ അങ്ങനെ ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ ഭവനമായി, അഥവാ ബെയ്ത്ത് എൽ ആയി മാറും. വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയാണത്. അപ്പോ
ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ലോകം ദൈവത്തിന്റെ ഒരു ഭവനമായി മാറാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ, ആ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ കല്ലാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ഏത് തരം കല്ലാണ് സമർപ്പിക്കുന്നത്?